എത്ര പറഞ്ഞാലും മതിവരാത്ത ഭഗവത് ലീലകൾ. നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പം പലതിലേക്കും മനസ്സിങ്ങനെ പോവും. ഈ കഥകളിൽ ഇത്രയധികം രമിക്കാൻ എന്തിരിക്കുന്നെന്ന് ചോദ്യങ്ങളുണ്ടാകാം. കഥകൾ മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല. ഈ കഥ എത്രയോ ഞാൻ കേട്ടിരിക്കുന്നു, എത്രയോ പറഞ്ഞിരിക്കുന്നു. നോക്കുക, കേട്ടാലും പറഞ്ഞാലും തീരാത്ത അനുഭൂതിയാണ് ഇതിൽ നിറച്ചു വച്ചിരിക്കുന്നത്. ഇതൊരു അനുഭൂതിപരമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഭവൗഷധാത് ശ്രോത്ര മനോഭിരാമാതെന്നുള്ള വാക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക വെറുതെ. അവിടെ പറയുകയാണ്, നമ്മുടെ കഴിഞ്ഞ ശ്ലോകത്തിനകത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, ഭവൗഷധം സംസാര രോഗത്തെ തീർക്കുന്ന മരുന്നാണിതെന്ന് പറഞ്ഞു. സംസാര രോഗത്തെ തീർക്കുന്ന മരുന്ന് എന്നുള്ളത് കൊണ്ട് സാമാന്യമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. രോഗമില്ലാത്ത ഒരാൾക്ക് ഔഷധം സേവിക്കേണ്ടതില്ല. രോഗമുള്ളവർക്ക് മാത്രമേ ഔഷധം സേവിക്കേണ്ട കാര്യമുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ലോകത്ത് നിങ്ങൾ ആരെങ്കിലും ഔഷധം സേവിക്കുന്നെങ്കിൽ അത് രോഗമുള്ളപ്പോഴാണ്. പക്ഷേ ഈ ഭഗവത് കഥാമൃതം എന്ന് പറയുന്നത് രോഗമില്ലാത്തവർക്കും സേവിക്കാവുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ആനന്ദം. രോഗമില്ലാത്ത അവസ്ഥ ആനന്ദമാണല്ലോ. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, രോഗമില്ലെങ്കിൽ നമുക്ക് ആനന്ദം തന്നെയാണ്. ഭഗവത് കഥാമൃതം അത്യാനന്ദത്തെ നൽകുന്നതുകൊണ്ട് രോഗമില്ലാത്ത അവസ്ഥയിൽ ഔഷധം സേവിക്കാത്തത് പോലെയല്ല. ഈ ഭഗവത് കഥാമൃതം ഒരു ദുഃഖമില്ലെങ്കിലും സേവിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് ജീവൻ മുക്തന്മാരെക്കുറിച്ച് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ, നമ്മൾ ഒരാൾ ഔഷധം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന എന്താണ്? രോഗശമനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഔഷധം സേവിക്കുന്നതിലൂടെ രോഗശമനം മാത്രമല്ല, മറ്റൊരു രോഗം വേണേ ഉണ്ടാകാം, അല്ലെങ്കിൽ വീണ്ടും അതേ രോഗം തന്നെ വരാം. ഔഷധം സേവിക്കുമ്പം ഒരു രോഗമുണ്ടാകാം, വേറൊരു രോഗം വരാം, അല്ലെങ്കിൽ എന്താ ആ രോഗം തന്നെ മാറിയിട്ട് പിന്നെ വരികയും ചെയ്യും ഔഷധം സേവിക്കുക. ഇവിടെ ഭഗവത് കഥാമൃതം സേവിക്കുമ്പം ഒരു കാരണവശാലും ഈ ജനിമൃതി രോഗങ്ങൾ പിന്നെ നമ്മളെ ബാധിക്കില്ല. ഭവസാഗരത്തിലെ ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കില്ല. അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? ഭഗവത് കഥാമൃതത്തിൽ ലയിച്ചിരിക്കുന്ന ആനന്ദം ലഭിക്കുന്ന വ്യക്തിക്ക്. ഇത് കൂടുതൽ സൂക്ഷ്മബുദ്ധിയോടുകൂടിയല്ല, കൂടുതൽ അന്ധക്കരണ വിശുദ്ധിയോടുകൂടിയാണ് ഇതിനെ സമീപിക്കേണ്ടത്. പലരും ഇതിനെ സമീപിക്കുന്നത് സൂക്ഷ്മബുദ്ധിയോടുകൂടിയായിരിക്കും. വിഷയവ്യാപാരത്വമുള്ള ബുദ്ധി കൊണ്ട് ഇതിനെ അടുക്കാൻ സാധിക്കില്ല. അന്ധക്കരണ വിശുദ്ധിയാകുന്ന തോണിയിലേറി വേണം ഭാഗവത കഥാമൃതത്തെ നമുക്ക് അതിനെ വേണ്ടവണ്ണം ആസ്വദിക്കാനായിട്ട്. പക്ഷേ അതിന് എല്ലാവർക്കും സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് സേവിച്ചാൽ എല്ലാത്തിനും ശമനം വരുമെന്നല്ല, മറ്റൊരു രോഗം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഇനി മറ്റൊരു ദോഷങ്ങളും വരികയില്ല ഈ ഭഗവത് കഥാമൃതം സേവിച്ചു കഴിഞ്ഞാൽ. ഇനി ഔഷധം എല്ലാ ലോകത്തിനും ശാന്തികരമല്ല. ഭഗവത് കഥാമൃതം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ദുഃഖങ്ങൾക്കും ശാന്തികരമാണ്. എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഈ ഭഗവത് കഥാമൃതം ശ്രവിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഔഷധം എന്ന് കേട്ട മാത്രയിൽ നമ്മുടെ രോഗം ശമിക്കുന്നില്ല. ഔഷധത്തെ സേവിക്കുമ്പോഴേ ശമിക്കുകയുള്ളൂ. പക്ഷേ ഭഗവത് കഥാമൃതം സേവിച്ചു കഴിഞ്ഞാൽ തന്നെ, അത് ശ്രവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പല വിധത്തിലുള്ള മനസ്സിലെ രോഗങ്ങളും പോകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഏറ്റവും വലിയ ഔഷധമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത് പഠിച്ചിട്ടും ഈ പ്രകാരം ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ മനസ്സിലെ രോഗങ്ങളൊന്നും പോകാതെ ഓരോരോ വിഷയങ്ങളിൽ വീണ്ടും ഭ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ് അടുത്ത പദ്യത്തിൽ, പിതാമഹാമേ സമരേ അമരഞ്ജൈർ ദേവവ്രതാദി അതിരഥൈഃ തിമിംഗലൈഃ ദുരത്യയം കൗരവ സൈന്യസാഗരം കൃത്വാതരൻ വത്സവദം സ്മ ഇതപ്ലവാഹ. പറയുകയാണ്, എൻ്റെ പിതാമഹാഹ മുത്തശ്ശന്മാർ യഥപ്ലവാഹ യാതൊരുത്തനായ കപ്പലോട് കൂടിയിട്ടായിട്ടാണോ
സമരെ യുദ്ധത്തിൽ അമരഞ്ജയിഹി ദേവന്മാരെ ജയിക്കുന്നവനുമായ ദേവവ്രതാദി അധിരഥൈഹി ഭീഷ്മൻ മുതലായിരിക്കുന്ന അധിരഥന്മാരാകുന്ന തിമിംഗിലൈഹി തിമിംഗലങ്ങൾ നിമിത്തം ദുരത്യയം കടക്കുവാൻ കഴിയാത്ത കൗരവ സൈന്യസാഗരം കൗരവ സൈന്യമാകുന്ന സമുദ്രത്തെ വത്സപദം പശുക്കുട്ടിയുടെ കുളമ്പിലെ വെള്ളമെന്ന പോലെ ജലത്തെ എന്ന പോലെ കൃത്വ എങ്ങനെയാണോ കടന്നത് അതരൻസ്മ കടന്നത്. ഒരു പശുക്കുട്ടിയിലെ കുളമ്പിലെ ജലത്തെ പോലെയാണ് ഭഗവത് അനുഗ്രഹം ഉണ്ടായപ്പോൾ കൗരവരായിരിക്കുന്ന മഹാതിമിംഗലങ്ങളൊക്കെ ഉള്ള ആ മഹാസമുദ്രത്തിൽ നിന്ന് മറുകര താണ്ടാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരബിന്ദത്തെ സേവിച്ചുകൊണ്ട് അർജുനാദികൾക്ക് സാധിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഭഗവാനാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഏത് ദുഃഖത്തെയും കടക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കൂടെ എപ്പോഴും ആ ഭഗവാൻ ഉണ്ടെന്നുള്ള ഒരു വിചാരം നമ്മളിൽ ഉണ്ടാകണം. ആ ഭഗവാൻ ഉണ്ടെങ്കിൽ മറ്റെന്തിനേയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ഏത് പ്രതിസന്ധിയിലും ഒരു വിചാരം ഉറപ്പിച്ചു വയ്ക്കുക. അർജുനാദികൾ ദുര്യോധനാദികളാകുന്ന തിമിംഗലയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് ഭഗവത് അനുഗ്രഹമാണ്. ആ സ്മരണ ജീവിതത്തിലും നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക. അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ ദുഃഖത്തെയൊക്കെ മറുകര താണ്ടുവാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നമസ്കാരം.